السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن نبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم. وقال الرسول صلى الله عليه وسلم، من يرد الله به خيرا يفقهه في الدين، أو كما قال عليه الصلاة والسلام. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه منيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിന്റെ ദീനിനെ പറ്റി അറിയാനും പരസ്പരം ചർച്ച ചെയ്യാനും നോമ്പ് നോറ്റ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പരസ്പരം നന്മ പറയാനും നന്മ കേൾക്കാനും അതിലുപരി അത് നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അല്ലാഹുവിനെ ഏറ്റവും തൃപ്തിയുള്ള സമയത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ പരിപൂർണമായി പ്രയോജനപ്പെടുത്തുവാനും റമളാനിൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന അമലുകൾ ചെയ്യുവാനും അല്ലാഹു തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. റമളാനിനെ കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ അത് നോമ്പിന്റെ മാസമാണ്, തറാവീഹിന്റെ മാസമാണ്. രാത്രി നമസ്കാരങ്ങളുടെയും സ്വതക്കകളുടെയും ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതയുമുള്ള മാസമാണ് റമളാൻ. അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ഹൃദയം ഉണരേണ്ട മാസമാണ്. തുടർന്നുള്ള 11 മാസക്കാലം അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞ തഖ്വ കരസ്ഥമാക്കാനും നമുക്കുള്ള തഖ്വയെ ഊട്ടിയുറപ്പിക്കുവാനും കൂടുതലാക്കുവാനും അല്ലാഹു കനിഞ്ഞരുളിയ റഹ്മത്തിന്റെ മാസമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൽമ് ഉയരുകയും കൂടുതലായി പഠനങ്ങൾ നടത്തുകയും ചെയ്യേണ്ട മാസമാണ്. റമദാനിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വിപ്ലവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റമദാൻ. അതിൽ ആത്മീയമായ വിപ്ലവം ഉൾപ്പെടും, ഭൗതികമായ വിപ്ലവം ഉൾപ്പെടും, അതുപോലെ തന്നെ ഇൽമിന്റെ വിപ്ലവവും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ഖുർആനിൽ ആകെ ഒരു റമദാൻ എന്നുള്ള പദം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നോമ്പിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത് തൊട്ടടുത്ത ആയത്തുകളിലാണ്. ഈ ഖുർആൻ അത് മനുഷ്യർക്ക് ആകമാനം മാർഗദർശനമായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ്. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചമാകേണ്ട ഗ്രന്ഥമാണ്. അത് ഇൽമിന്റെ ഉറവിടമായ ഗ്രന്ഥമാണ്. പരിശുദ്ധമായ റമദാനിൽ രാത്രികളിൽ നമ്മൾ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, പരിശുദ്ധമായ ഖുർആൻ നമ്മളിലേക്ക് എത്തിയത് എങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിലിയ കാലത്ത് തന്നെ ഹിറാ ഗുഹയിൽ പോയി അവിടെ ധ്യാന നിമഗ്നനായി ഇരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നതും ഇഖ്റ എന്ന് പറയുന്ന വചനം നബി തങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. വായനയും എഴുത്തും അറിയാത്ത ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു ചേർക്കുകയും വീണ്ടും ഇഖ്റ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷമാണ് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ അവതീർണമാകുന്നത്. അന്ന് നമ്മുടെ ഉമ്മത്ത് പിറവി കൊള്ളുന്നത് ആ ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ്, മുഹമ്മദിയ ഉമ്മത്ത്. അതിന് തുടക്കം കുറിച്ചത് ഇഖ്റ എന്നുള്ള ഈ ഒരു വചനമാണ്. അന്ന് അറിവിലൂടെ, വായനയിലൂടെ ഒരു പുതിയ വിപ്ലവം ആരംഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കുകയായിരുന്നു. ഇസ്ലാമിന്റെ തുടക്കം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിന്റെ തുടക്കം അത് അറിവിലൂടെയാണ്. ഇഖ്റ എന്ന് പറയുന്ന ആ പദത്തിലൂടെയാണ്. നമസ്കരിക്കുമെന്നോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുമെന്നോ നിങ്ങൾ സകാത്ത് നൽകുമെന്നോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങളോ ഈമാനിന്റെ അടിസ്ഥാനപരമായ 6 കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇഖ്റ, നിങ്ങൾ വായിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഇതൊരിക്കലും യാദൃശ്ചികമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദിയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അത് ഖുർആനിന്റെ വരികൾ നമ്മൾ എടുത്തു നോക്കിയാലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമ്മൾ എടുത്തു നോക്കിയാലും
അവിടെയൊക്കെ ഈ വായനയെയും ഇൽമിനെയും പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഇൽമിലൂടെ മാത്രമാണ് ഈ ഉമ്മത്ത് ഉയരുക എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഈ ദുനിയാവിലും കാലാകാലത്തുള്ള ആഖിറത്തിലും ഉയർത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം അത് ഇൽമാണ്. ആ ഇൽമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് വഹീ ആദ്യമായി തുടക്കം കുറിച്ചത് അത് പരിശുദ്ധമായ റമദാനിലാണ്. ആ റമദാനിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഇൽമിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഈ റമദാനിൽ ഇൽമ് നേടാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ വിശ്രമം മാറ്റിവെച്ചുകൊണ്ട്, ഈ ചൂടുകാലത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോൾ അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാളെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് മറ്റുള്ള തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഉന്മേഷത്തോടും ആഗ്രഹത്തോടും കൂടി ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധമായ റമദാനിൽ നമ്മളോട് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിലേക്ക് അവതീർണമായ ഖുർആൻ നമ്മൾ എത്രത്തോളം ഈ റമദാനിൽ വായിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ മഹത്വം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അറിയുക എന്നത് വളരെയധികം മഹത്വമുള്ള കാര്യമാണ്. നമ്മൾ വന്നത് അത്തരത്തിൽ ആ ഇൽമിന്റെ മഹത്വം പരിചയപ്പെടാനാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള സദസ്സുകൾ അത് ഇൽമ് നുകരാൻ പ്രാപ്തമായ സദസ്സുകളാകണം. നമ്മുടെ മനസ്സ് അത്തരത്തിൽ നമ്മൾ അതിനുവേണ്ടി സജ്ജമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വരവിനെയും ഒരുമിച്ച് കൂടലിനെയും ഒക്കെ അത്തരത്തിൽ ഖബൂലാക്കുമാറാകട്ടെ. പരസ്പരം ഇൽമിനെ പറ്റി പറയുവാനും അതിന്റെ മഹത്വം ഉൾക്കൊള്ളുവാനും ഇനിയും ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഇൽമിനെയും ഈമാനിനെയും വർദ്ധിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു തആല സൂറത്ത് ഫാത്തിറിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇന്ന എന്ന പദത്തിനർത്ഥം അറബിയിൽ തീർച്ചയായും എന്നാണ്. എന്നാൽ ഇന്നമാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രമാണ് എന്നുള്ള അർത്ഥം ലഭിക്കും. ഇന്നമാ യഖ്ശല്ലാഹ, തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്നും, അൽ ഉലമാ, ഇൽമുള്ളവരാണ്, അറിവുള്ളവരാണ്. അല്ലാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, അവന്റെ വിധിവിലക്കുകളെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ ഒരു മുഅ്മിൻ മനസ്സിലാക്കുമ്പോഴാണ് അവന് അല്ലാഹുവിനെ എങ്ങനെയാണോ ഭയപ്പെടേണ്ടത് ആ രീതിയിൽ ഭയപ്പെടാൻ സാധിക്കുക. നേരെ മറിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമില്ല, ദീനിനെ കുറിച്ചിട്ടുള്ള ഇൽമില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയപ്പാട് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സൂറത്തുൽ മുജാദിലയിലൂടെ ഇനിയും അല്ലാഹു ഇൽമിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. യർഫഇല്ലാഹു, അല്ലാഹു ഉയർത്തും, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നും ഈമാൻ ഉൾക്കൊണ്ടവരെ, വിശ്വാസം ഉൾക്കൊണ്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, ഉന്നതിയിലാക്കും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഈമാൻ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം അല്ലാഹു ചേർത്ത് പറയുന്ന മറ്റൊരു വിഭാഗമാണ് വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകൾ. ഇൽമ എന്നത് നൽകപ്പെടുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമുള്ള അനുഗ്രഹമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതിനെപ്പറ്റി മഅലൂമാത്തുകൾ എന്നാണ് പറയുന്നത്. അത് അറിയപ്പെട്ട സാധനങ്ങളാണ്. എന്നാൽ നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ അറിയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വായിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ലദുന്നിയായ ഇൽമ് നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു അത്തരത്തിലുള്ള ഇൽമ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമ് എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. അത് കച്ചവടത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലാകുമ്പോൾ,
നമ്മൾ വേറെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടുമ്പോഴൊക്കെ അവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണ് ഞാൻ ഇടപെടേണ്ടതെന്ന് ഒരു അടിമ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഇൽമ് എന്ന് പറയുന്നത്. സൂറത്തു സുമറിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും പരസ്പരം ചോദിക്കാൻ അല്ലാഹു പറയുകയാണ്, ഹൽ യസ്തവി സമമാകുമോ അല്ലദീന യഅലമൂന ഇൽമുള്ള ആളുകളും വല്ലദീന ലാ യഅലമൂൻ ഇൽമില്ലാത്ത ആളുകളും തമ്മിൽ സമമാകുമോ? ഒരിക്കലും അവർ തമ്മിൽ സമമാവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ഏത് വിഭാഗത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നത്? ദീനിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഇൽമ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും എത്ര സമയം ദീനിനെ കുറിച്ച് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അത് നമ്മുടെ കുടുംബത്തിലും മറ്റും ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്, വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യണം. ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ദുനിയാവിന്റെ പല അവസ്ഥകളിലുമാണ്. അവർക്ക് ഇങ്ങനെ ഒരു ദീനിനെ കുറിച്ച് കേൾക്കാനുള്ള ഒരു സന്ദർഭം ലഭിച്ചില്ല. അതിന്റെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ നമ്മൾ ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖോട് കൂടിയാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. ഒരു തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെങ്കിലും അത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് നമ്മൾ നന്മ ചെയ്യാനുള്ള തൗഫീഖിനെ എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്, സദഖകൾ നൽകുന്നുണ്ട്, സകാത്ത് നൽകുന്നുണ്ട്. എന്നാൽ ഈ ഓരോ അമലുകളെ സംബന്ധിച്ചും എത്രത്തോളം നമുക്ക് ഹൃദയത്തിൽ അറിവുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അത് നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ വെറും ഖുർആനിന്റെ വായനയുടെ അപ്പുറത്തേക്ക് ഖുർആനിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ചെറിയൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരും. അറബി എന്നത് നമ്മുടെ ഭാഷയല്ല എന്ന് നമുക്ക് ഒഴിവ് പറയാമെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് നമ്മൾ ആഗ്രഹം വെക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും. നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾ തഖ്വയുള്ളവരായി മാറാനെന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ തഖ്വ എന്താണെന്ന് പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇൽമില്ലാത്ത ഇബാദത്തിനെ സംബന്ധിച്ച് പറയുന്നത് അത് വെറും ശരീരത്തിന്റെ ചലനങ്ങൾ മാത്രമായി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അത് ഇൽമോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമായി തീരുന്നതാണ്. ഇബാദത്ത് ചെയ്യാൻ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും, നമ്മുടെ മനസ്സിൽ അതിനുള്ള ഉന്മേഷം ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിനെ സംബന്ധിച്ചും റമദാനിലുള്ള രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചുമെല്ലാം പറഞ്ഞപ്പോൾ മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് അതിൽ ഞാൻ ചെയ്യുകയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കണം. മനുഷ്യരുടെ അടുക്കൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ പ്രതിഫലം ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കാറില്ല. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നത് ഓരോ ചെറിയ നന്മ നമ്മൾ ചെയ്യുമ്പോഴും അതിനോട് അല്ലാഹുവിനോട് പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രതിഫലേച്ഛയോടുകൂടി ചെയ്യുന്നതും അതല്ലാതെ ചെയ്യുന്നതിനും അല്ലാഹുവിന്റെ അടുക്കൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്.
ഇൽമിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കുന്നത്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ല അൻ യുഖദാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. സൂറത്തുൽ ത്വാഹയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വഖുൽ, നിങ്ങൾ പറയണം, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ ഇൽമിനെ നീ എനിക്ക് അധികരിപ്പിച്ചു തരണമേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മാത്രമേ നമ്മളോട് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും നമ്മുടെ റിസ്കിനെ സംബന്ധിച്ച് അല്ലാഹുവിനോട് ചോദിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മറിച്ച് അത് ചോദിക്കണ്ട എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. ഈ ഇൽമിനെ ചോദിക്കാൻ പറഞ്ഞ തൊട്ട് അപ്പുറത്തെ പേജിൽ അല്ലാഹു തആല പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, നീയും അതിന്റെ മേൽ ക്ഷമിച്ച് നിലകൊള്ളണം. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നമസ്കാരത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം. ലാ നസ്അലുക റിസ്ഖ, നിങ്ങളോട് റിസ്ഖിനെ അല്ലാഹു ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, മറിച്ച് നിങ്ങൾക്കുള്ള റിസ്ഖ് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു എന്താണോ കണക്കാക്കിയത് അത് നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ റിസ്ഖിന് വേണ്ടി എത്ര തന്നെ അലഞ്ഞാലും അത് അല്ലാഹു കണക്കാക്കിയത് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. നേരെമറിച്ച് അത് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെയാണ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ അല്ലാഹു തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മനുഷ്യ, നീ അങ്ങനെ എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്നെ ലംഘിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ മലത്തു യദൈക ശുഗ്ല, നിന്റെ രണ്ട് കൈകളും നിറയെ ജോലി നിനക്കുണ്ടാകുന്നതാണ്. വലമസുദ്ദ ഫഖറക, എന്നാലോ നീ ഒരു ചാൺ വയറിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഈ ദാരിദ്ര്യം കൊണ്ട് തീരുകയുമില്ല. എപ്പോഴും കഷ്ടപ്പാട് തന്നെയായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്നതിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്, റാഹത്ത് ഉണ്ടാകുന്നത്. നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കുകയും നമ്മുടെ മക്കളോടും നമ്മുടെ വീട്ടിലുള്ള ഭാര്യയോടും ഭർത്താവിനോടും അതിനുവേണ്ടി കൽപ്പിക്കുകയും അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് പുലർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ റിസ്ഖിൽ അല്ലാഹു തആല വിശാലത നൽകുന്നത്. വല്ലാഹു യർസുഖു മൻ യശാഉ മിൻ ഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഹിസാബുമില്ലാതെ ഒരു കണക്കുമില്ലാതെ റിസ്ഖ് നൽകുന്നവനാണ്. അല്ലാഹുവിന്റെ ഖജനാവിൽ നമുക്ക് ഒരുപാട് തന്നതുകൊണ്ട് ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചില കാര്യങ്ങൾ മാത്രം ചോദിക്കാനാണ്. അതിലൊരു കാര്യമാണ് റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ എന്നത്. അതുപോലെ തന്നെ ഇൽമിനെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, മറ്റൊരു ദുആയുണ്ട്. ആ ദുആയിൽ നബി തങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കൂടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ്. മിൻ ഇൽമിൻ ലാ യൻഫഅ, പ്രയോജനം ചെയ്യാത്ത അറിവിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. ഇൽമ് ഒരുപാട് തരത്തിലുണ്ട്, പലതും ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ മാത്രം ഉപകാരപ്പെടുന്ന അറിവുകളായാൽ പോരാ, മറിച്ച് നാളെ നമ്മുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കും നമ്മുടെ ആഖിറത്തിലേക്കും വെളിച്ചമാകുന്ന തരത്തിലുള്ള ഇൽമുകളാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരസ്ഥമാക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ നമ്മിൽ അവതരിപ്പിച്ചപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ, നീ വായിക്കണം, അറിയണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അല്ലാഹു പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം. അഥവാ നമ്മൾ എന്ത് വായിക്കാനും എന്ത് പഠിക്കാനും നിൽക്കുകയാണെങ്കിൽ അത് പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് വായിക്കാനും പഠിക്കാനും പറ്റുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുഫസ്സിരിങ്ങൾ എഴുതുന്നുണ്ട്, എന്ത് തന്നെ പഠിച്ചാലും അത് ഭൗതികതയുടെ ഇൽമാണെങ്കിൽ പോലും അതിലൂടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന, അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റിയും വലുപ്പത്തെ പറ്റിയും അറിയുന്ന തരത്തിലുള്ള പഠനമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഇൽമുകൾ കരസ്ഥമാക്കാൻ
നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഓരോ മുസ്ലിമും അറിയുക എന്നത് നിർബന്ധമായ കാര്യമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചുരുങ്ങിയത് എനിക്ക് എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നിർബന്ധമായത്, എന്തൊക്കെയാണ് ഹലാലുകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഹറാമുകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരമെങ്കിലും ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ ഓരോ മുസ്ലിമിനും ഇൽമ് തേടുന്നത് നിർബന്ധമാണെന്ന് ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൽമ് തേടുന്നത് അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ അത് നമ്മുടെ നിയ്യത്തും തേട്ടവും ഉണ്ടെങ്കിൽ അല്ലാഹു അവന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹമാണ്. അതല്ലാതെ വിചാരിക്കുന്ന എല്ലാവർക്കും ദീനിന്റെ ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് ദീനിലുള്ള ഗ്രാഹ്യം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദീനിന്റെ ഇൽമുകൾ കരസ്ഥമാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഖൈർ, നന്മ എന്റെ പടച്ചവൻ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ദീനിന്റെ ഈ ഇൽമ് അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൂട്ടരുടെ കാര്യത്തിൽ നമുക്ക് അസൂയ വെക്കാനുള്ള അനുവാദം തരികയുണ്ടായി. അസൂയ എന്ന് പറയുമ്പോൾ അസൂയ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഹസദ്, അത് കുശുമ്പാണ്. അത് മറ്റുള്ളവന്റെ അവന് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ട് കാണാനുള്ള ആഗ്രഹമാണ്. അതൊരിക്കലും ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഹസദിന്റെ തന്നെ വേറെ ഒരു വിഭാഗം നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗിബ്തത്ത് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹം കിട്ടിയാൽ അതുപോലെയുള്ളത് എനിക്കും അള്ളാഹുവിനെ നൽകണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അത് തന്നെ രണ്ട് കാര്യങ്ങളിലേ പാടുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആഗ്രഹം വെച്ചു പുലർത്താൻ പാടില്ല. റജുലിൻ ആതാഹുല്ലാഹു മാലൻ, ഒന്നാമത്തെ ഒരു മനുഷ്യനാണ് ആതാഹുല്ലാഹു മാലൻ, അല്ലാഹു അദ്ദേഹത്തിന് സമ്പത്ത് നൽകി. സമ്പത്ത് നൽകിയെന്ന് മാത്രമല്ല, ഫസല്ലഖഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, ആ സമ്പത്തിനെ അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ, ഹഖിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കാനും അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹിക്കാം, അല്ലാഹുവേ അദ്ദേഹത്തിന് നൽകിയ പോലെയുള്ള സമ്പത്ത് എനിക്ക് ലഭിക്കാനും അതെനിക്ക് ഫിത്നയാകാതെ അദ്ദേഹം ചിലവഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിന്റെ ദീനിനു വേണ്ടി ചിലവഴിക്കാനും അല്ലാഹുവേ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. രണ്ടാമതായി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ആതാഹുല്ലാഹുൽ ഹിക്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിക്മത്ത് നൽകി, അറിവ് നൽകി. ഫസല്ലതഹു ഫഹുവ യഖദി ബിഹാ വയുഅല്ലിമുഹാ, ആ മനുഷ്യൻ ആ ഇൽമ് വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയും ആ ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ അല്ലാഹുവേ ഇദ്ദേഹത്തിന് നൽകിയതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ എനിക്ക് ഇൽമ് നൽകണമേ, അതിനെ ഇദ്ദേഹം ചിലവഴിക്കുന്നത് പോലെ ദീനിന് ഉപകാരപ്പെടുന്ന, അദ്ദേഹത്തിന്റെ സ്വന്തത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സമുദായത്തിനും ഉൾപ്പെടുന്ന രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും നീ തൗഫീഖ് നൽകണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളും സംഭവങ്ങളും ഖുർആനിക ആയത്തുകളും നമുക്ക് പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ഒക്കെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ഉത്സാഹം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ബാക്കി നമ്മൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം. നമ്മുടെ ഉസ്താദുമാരുണ്ടാവും, അവരോട് നമ്മൾ ചോദിച്ചു പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഇൽമ് എന്ന് പറയുന്നത്, അല്ലാഹു തആല നൽകിയ ഈ ഹിദായത്ത് എന്ന് പറയുന്നത്, സന്മാർഗ്ഗം എന്ന് പറയുന്നത്, അതിനെ നബി തങ്ങൾ ഉപമിക്കുന്നത് ഒരു മഴയോടാണ്. മസലു മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലി ഗൈസി, മസലു മാ ബഅസനി അല്ലാഹു തആല
എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചതിന്റെ ഉപമ മിനൽ ഇൽമി വൽ ഹുദാ, അറിവും ഹിദായത്തും തന്നുകൊണ്ട് നിങ്ങളിലേക്ക് എന്നെ അല്ലാഹു തആല അയച്ചതിന്റെ ഉപമ കമസലി ഗൈസിൻ, അതൊരു കോരിച്ചൊരിയുന്ന മഴയെ പോലെയാണ്. അസ്വാബ അർദ, അത് ഒരു ഭൂമിയിൽ ആ മഴ പെയ്യുകയുണ്ടായി. 3 തരം ഭൂമികളിൽ ആ മഴ പെയ്തതിനെ സംബന്ധിച്ച് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ ഭൂമി ഫലഭൂയിഷ്ഠമായ ഭൂമിയായിരുന്നു. സ്വന്തമായി അവിടെ സസ്യലതാദികൾ മുളച്ചു പൊന്താൻ പാകത്തിനുള്ള ഭൂമിയായിരുന്നു. ആ നല്ല ഭൂമിയിൽ ആ മഴ വന്ന് പതിച്ചപ്പോൾ ആ ഭൂമി മഴയെ സ്വീകരിച്ചു, വെള്ളത്തെ സ്വീകരിച്ചു. ധാരാളം പുല്ലുകളും സസ്യലതാദികളും കായ്കനികൾ ഉണ്ടാകുന്ന മരങ്ങളും മറ്റുമൊക്കെ അവിടെ ആ ഭൂമി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ആ ഭൂമിക്ക് സ്വന്തമായി ആ വെള്ളം പ്രയോജനം ചെയ്തു. ആ ഭൂമി ആ വെള്ളം പ്രയോജനപ്പെടുത്തി മറ്റുള്ള സസ്യങ്ങൾ മുളപ്പിച്ചതിലൂടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കന്നുകാലികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അത് ഉപകാരപ്പെട്ടു. ഇതുപോലെ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിന്റെ ഇൽമുകൾ അത് ഇത്തരത്തിൽ മഴയായി നമ്മിലേക്ക് പെയ്യുമ്പോൾ അത് ചില ആളുകൾക്ക് അവരുടെ സ്വന്തത്തിന് ഉപകാരപ്പെടും. അവർ അവരുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ നന്നാക്കുന്നതോടൊപ്പം അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ ജീവിതത്തിലും വെളിച്ചം കാണിക്കാനും സാധിക്കുന്നതാണ്. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞു വകാന മിൻഹാ അജാദിബ്, അതിൽ ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, പാറ പോലെയുള്ള കുഴി പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ ആ മഴ പെയ്തപ്പോൾ ഫഅംസകത്തിൽ മാഅ, ആ സ്ഥലം ആ വെള്ളത്തെ പിടിച്ചു വെച്ചു. ഫനഫഅല്ലാഹു ബിഹന്നാസ, ആ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തു. ഫശരിബു മിൻഹാ വസഖൗ വസറഉ, അവർ അതിൽ നിന്ന് കുടിക്കുകയും അവർ മറ്റുള്ള ജനങ്ങൾക്കും കന്നുകാലികൾക്കും ഒക്കെ കുടിപ്പിക്കുകയും അവരുടെ കൃഷികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതുപോലെയാണ് ചിലർക്ക് ഈ ഹിദായത്ത് ലഭിക്കും, പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ അവർ കാരണമായി മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടുത്താൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു സ്ഥലത്ത് ആ മഴ പെയ്തു. അത് വെറും തരിശായിരുന്നു, യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത സ്ഥലമായിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ ഭൂമി വെള്ളത്തെ സ്വീകരിച്ചില്ല, അതുപോലെ തന്നെ ഭൂമി വെള്ളത്തെ കെട്ടിനിർത്തുകയും ചെയ്തില്ല. ഇതുപോലെ ചിലർക്ക് ഹിദായത്ത് എത്തുമ്പോൾ, ചിലർക്ക് ഈ ദീനിന്റെ ഇൽമ് എത്തുമ്പോൾ അവർക്ക് അത് സ്വീകരിക്കാനും കഴിയില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. അല്ലാഹു ആ 2 കൂട്ടരിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൽമിലൂടെ നമുക്കും നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമുദായത്തിനും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഹിദായത്തും ഇൽമും കിട്ടുന്ന തരത്തിൽ അല്ലാഹു നമ്മുടെ ഇൽമിനെ ഖബൂലാക്കുമാറാകട്ടെ. ഇൽമ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്വന്തത്തിന് വേണ്ടി മാത്രമാകരുത്, അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, ഉമ്മമാരും ഉപ്പമാരും അവരുടെ മക്കളോട് അവർ പഠിക്കുന്ന ഇൽമിനെ സംബന്ധിച്ച് പറയണം. അത്തരത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെയും ഹദീസിനെയും കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അതല്ലാതെ ഭൗതികതയുടെ ചർച്ചകൾ മാത്രമാണെങ്കിൽ, ഖുർആനിന്റെ പഠനവും ഖുർആനിന്റെ പാരായണവും ഇല്ലാത്ത വീടുകളാണെങ്കിൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവിടെ നമുക്ക് സമാധാനങ്ങൾ ഉണ്ടാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിലും ശരി നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ നബി തങ്ങളുടെ ഇത്തരത്തിൽ നിന്നുള്ള ആ ഹദീസുകൾ കേട്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി. അതിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും തങ്ങളുടെ കാലശേഷവും അവർ ലോകം മുഴുവനും സഞ്ചരിച്ചു. നമ്മൾ ഇന്ന് മുസ്ലിമായി നമ്മൾ നല്ല ഇസ്ലാമിന്റെ പേര് വെച്ച് ഇത്തരത്തിലൊരു പള്ളിയിലും മദ്രസയിലും ഒരുമിച്ച് കൂടി ഇൽമിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അത്തരത്തിൽ യാത്ര ചെയ്തതുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളെ വിട്ടു പോകാൻ എത്രത്തോളം അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ യാത്ര അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വർഷത്തിന് ശേഷം ചിലപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയെന്ന് വരില്ല, അഥവാ നിബിതങ്ങൾ വഫാത്താകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരെ യാത്ര അയക്കുകയാണ്. ആ മക്ക വിട്ട് മദീന വിട്ട് അവർ ലോകത്താകമാനം സഞ്ചരിച്ചു. നമ്മുടെ കേരളത്തിൽ വരെയും അവർ എത്തിച്ചേർന്നു. ആ മക്കയിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ എത്രയോ റക്അത്തുകൾ നമസ്കരിച്ച കൂലിയാണ് നമുക്കറിയാം. മസ്ജിദ് നബവിയിലാണെങ്കിലും അവിടെ 50,000 റക്അത്ത് നമസ്കരിച്ച കൂലിയാണ്. അതൊക്കെ വിട്ടുകൊണ്ട് അവർ ഇൽമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ലോകമാകെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, നദ്ദറല്ലാഹു റഅൻ സമിഅ മിന്നാ ഷൈഅൻ ഫബല്ലഗഹു കമാ സമിഅഹു ഫറബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ. നദ്ദറല്ലാഹു റഅൻ, അല്ലാഹു ഒരു മനുഷ്യനെ പ്രശോഭിതമാക്കട്ടെ, ഒരു മനുഷ്യനെ പ്രകാശം കൊണ്ട് നിറക്കട്ടെ. എന്താണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി? സമിഅ മിന്നാ ഷൈഅൻ, എന്നിൽ നിന്ന്, എന്റെ ഹദീസിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിൽ നിന്ന് അവൻ എന്തെങ്കിലുമൊക്കെ കേട്ടു. ഫബല്ലഗഹു കമാ സമിഅഹു, ആ കേട്ടതുപോലെ അതിൽ യാതൊരു കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതെ, അതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ, കമാ സമിഅഹു, എങ്ങനെയാണോ അവൻ കേട്ടത് അതുപോലെ അവൻ എത്തിച്ചു കൊടുത്തു. അവന്റെ കീഴിലുള്ളവർ, അവന്റെ ചുറ്റുമുള്ളവർ, അവന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ, അവർക്ക് ആ ദീനിന്റെ ഇൽമിനെ അവൻ എത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള മനുഷ്യനെ അല്ലാഹു തആല പ്രകാശം കൊണ്ട് മൂടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫറബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ, ഇത്തരത്തിൽ നിങ്ങൾ അറിവ് എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ, അത് നിങ്ങൾ കേട്ട ആളാണ്, പക്ഷേ എത്തിച്ചു കൊടുക്കുന്ന ആൾ നിങ്ങളെക്കാൾ ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയേക്കാം. നിങ്ങളൊരു ഇൽമ് കേട്ടു, അത് നിങ്ങളുടെ ജീവിതത്തിൽ അമലായി നിങ്ങൾക്ക് ചിലപ്പോൾ കൊണ്ടു നടക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ആ ഇൽമ് 5 ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ 10 പേർക്ക് നിങ്ങൾ ആ ഇൽമ് പറഞ്ഞു കൊടുത്തു. അതിൽ ഒരാളെങ്കിലും ആ ഇൽമ് മരണം വരെയും അമൽ ചെയ്താൽ അത് നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ഖബറിലേക്ക് എത്തും. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് എത്തുന്ന ചുരുക്കം ചില അമലുകൾ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നപ്പോൾ അവന്റെ മക്കളുടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ജാരിയായ സദഖ, അതിൽപ്പെട്ട ഒന്നാണ് മരണശേഷവും അവന് പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ്. ചെറിയ ഒരു അറിവാണെങ്കിലും, ചെറിയ ഒരു ഹദീസ് ആണെങ്കിലും, ചെറിയ ഒരു അമലിനെ സംബന്ധിച്ച് നമ്മുടെ പള്ളിയിൽ നിന്ന് കേട്ടു, ആ പള്ളിയിൽ വരാൻ സാധിക്കാത്ത നമ്മുടെ കുടുംബത്തിലുള്ളവരുണ്ടാകും. അവരോട് പോയി, ഞാൻ ഇന്ന കാര്യം ഇന്ന് പള്ളിയിൽ നിന്ന് കേട്ടു, ഇന്ന അമൽ ചെയ്താൽ അതിന് ഇത്ര പ്രതിഫലമുണ്ടെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ കേട്ടു എന്ന് അവരോട് പറഞ്ഞ, ചിലപ്പോൾ നമ്മൾ അത് അമൽ ചെയ്തില്ലെങ്കിലും അവരത് അമൽ ചെയ്യുകയും അവരുടെ മരണം വരെയും അവരത് തുടർന്നു കൊണ്ടുപോവുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഖൈറിന് കാരണമാകും. നമ്മുടെ മരണത്തിന് ശേഷവും അത് നമ്മുടെ ഖബറിൽ അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പഠിപ്പിച്ചു കൊടുത്ത ആൾ അത് അമൽ ചെയ്താൽ അത് അയാളുടെ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും കുറയാതെ തന്നെ ഈ പറഞ്ഞു കൊടുത്ത ആൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാവാതി വൽ അർദി ഹത്ത അൻ-നംലതു ഫീ ജുഹ്രിഹാ വഹത്ത അൽ-ഹൂതു ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, വമലായികതഹു, അവന്റെ മലക്കുകളും, ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാവരും, എത്രത്തോളം എന്നാൽ ഒരു മാളത്തിലുള്ള ഉറുമ്പും, വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെയും ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ കാരുണ്യവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളുടെ എല്ലാം ദുആ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സ്വഹീഹായ ഹദീസിൽ ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ വേറെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇൽമിനെ പഠിക്കാനും അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. من سلك طريقا يلتمس فيه علما سهل الله له به طريقا الى الجنه.
നമ്മളിന്ന് പറയുന്നതെല്ലാം ഹദീസുകളാണ്, ആയത്തുകളാണ്. പരിശുദ്ധമായ റമദാനിൽ നിങ്ങളുടെ സമയം ചെലവഴിച്ച് ഇവിടെ വന്നു. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും പാഴായി പോകാൻ പാടില്ല. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഉണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഹദീസുകൾ തന്നെ പറയുന്നത്, ഹദീസ് പറയുക, പരിശുദ്ധമായ ഖുർആൻ പറയുക, അത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അമലാണ്. അതിൽ വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിയായ രൂപത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാം പറയുന്നത് സ്വഹീഹായ ഹദീസുകളാണ്. റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഇമാം നബവി അവരുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഹദീസുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കിതാബുൽ ഇൽമ്, ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ബാബുണ്ട്. ആ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് നന്മകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളാണ്. ഒരിക്കലെങ്കിലും ഒരുപാട് നമുക്കതിന്റെ മലയാളത്തിലുള്ള കിതാബുകളൊക്കെ വായിക്കാൻ കിട്ടും. അത് നമ്മൾ എടുത്ത് വായിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് വാരി കൂട്ടാൻ പറ്റുന്ന അമലുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. ഇമാം നബവിയുടെ ജീവിതമൊക്കെ ഒരുപാട് ഇൽമിന് വേണ്ടി മാറ്റിവെച്ച പണ്ഡിതന്മാരാണ്. വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി അദ്ദേഹം എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ കഷ്ണങ്ങൾ അത് കൂട്ടിയിട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കിയതെന്ന് കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. കുറെ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇൽമിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചത് തന്നെ. പക്ഷേ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രത്തോളം ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ, ഇത്തരത്തിൽ ഇൽമുകൾ നമുക്ക് പറഞ്ഞു തരാൻ നമുക്കിന്ന് വളരെയധികം സുഖമാണ്. ഇത്തരത്തിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ കൂടിയിരുന്നുകൊണ്ട് നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ ഇങ്ങനെ പരസ്പരം പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാർ ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരുപാട് രാത്രികളിൽ അവർ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ജസാഹുല്ലാഹു അന്ന അഹ്സനൽ ജസാ, അല്ലാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകി ആ പണ്ഡിതന്മാരെയൊക്കെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അവൻ ഇൽമിനെ തേടാൻ വേണ്ടിയാണ് ആ വഴിയിൽ പ്രവേശിച്ചത്, ഇൽമ പകരാൻ വേണ്ടി. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നത് ആ ഒരു ആഗ്രഹത്തിലാണ്. അതും നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹുവേ, എനിക്ക് മറ്റുള്ള തിരക്കുകൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കാമായിരുന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാഹുവേ നിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാനാണ്, നിന്റെ തൃപ്തി ലഭിക്കാനാണ്. അത് നമ്മൾ അല്ലാഹുവിനോട് പറയണം. നമ്മുടെ സ്വകാര്യമായ ദുആകളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണം. അല്ലാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് സൂറത്തുൽ കഹ്ഫ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്താണ്. അതിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കഥയുണ്ട്. സൂറത്തുൽ കഹ്ഫിലല്ല, മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞൊരു കഥയാണ്. മൂന്ന് ചെറുപ്പക്കാർ ഒരു യാത്ര ചെയ്യുന്നതിനിടയിൽ അവരുടെ ഗുഹാമുഖം വന്ന് അടയുന്നതും അവർ ചെയ്ത നന്മകൾ അവരെടുത്ത് പറഞ്ഞപ്പോൾ ആ ഗുഹാമുഖം അവർക്ക് മുമ്പിൽ തുറന്നതും നമുക്കറിയാം. അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ മറ്റുള്ള പടപ്പുകളുടെ മുമ്പിലല്ല നമ്മൾ ചെയ്ത നന്മകൾ പറയുന്നത്. അങ്ങനെ നമ്മൾ പറയാനും പാടില്ല. ആരെങ്കിലും അല്ലാഹുവിനല്ലാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്താൽ അത് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല പറയുന്നത് തന്നെ അല്ലാഹു അത് പുറത്തു തരികയില്ല. മറ്റുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. നമ്മുടെ അമലുകൾ അത് അല്ലാഹുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ അമലുകൾ അത് നമ്മൾ എടുത്തു പറയുന്നതും അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചെറിയ ഒരു നന്മ നമ്മൾ ചെയ്താലും അതെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അത്തരത്തിൽ നന്മ കരസ്ഥമാക്കാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ തിരക്കുകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ, ഇച്ഛയുടെ താല്പര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ സഹലല്ലാഹു, അല്ലാഹു തആല എളുപ്പമാക്കും, ലഹു അവനെ കലിബിഹി, അത് കാരണമായിട്ട് ആ ഇൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട് ത്യാഗം ചെയ്ത് അതിനുവേണ്ടി അവൻ നിയ്യത്ത് വെച്ചതിന്റെ പേരിൽ അല്ലാഹു തആല അവനെ എളുപ്പമാക്കി കൊടുക്കും. ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. നമ്മൾ ഒരുപാട് നന്മകൾ കേൾക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അതുകൊണ്ടുള്ള പ്രയോജനം. നമ്മൾ ഇവിടെ വരുന്നു, കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുന്നു. എന്നാൽ ഇവിടെ വരാത്തവരെക്കാളും
നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഇൽമിൽ വർധനമുള്ളവരായി മടങ്ങിപ്പോകണം എന്ന് മാത്രമല്ല, അത് അമൽ ചെയ്യാനുള്ള നിയ്യത്തോടു കൂടി, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള നിയ്യത്തോടു കൂടി നമ്മൾ മടങ്ങിപ്പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സ്വർഗ്ഗത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ച അവന്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദുനിയ മൽഊന, ദുനിയാവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് യാതൊരു വിലയുമില്ല. അല്ലാഹുവിന്റെ അടുക്കൽ എന്നാലും ഈ ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ പറഞ്ഞു, ആ ദുനിയാവിൽ നിന്നും ഒരു കാഫിറിനും ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹു നൽകുമായിരുന്നില്ല. ഈ ദുനിയാവില് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും വെള്ളം കൊടുക്കുന്നവരും അവരെ ശ്വസിപ്പിക്കുന്നവരും ഒക്കെ അള്ളാഹുവാണ്. അല്ലാഹുവിനോട് ധിക്കാരം ചെയ്യുന്ന പ്രവൃത്തി, അള്ളാഹു ഇല്ല എന്ന് പറയുമ്പോഴും അവന്റെ നാവിനെ ചലിപ്പിക്കുന്നതും അവന് ശ്വാസം എടുക്കാൻ കഴിയുന്നതും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ്. അത് അള്ളാഹു ഈ ദുനിയാവിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല. ദുനിയ മൽഊന, ഈ ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനും മാ ഫീഹാ, അതിലുള്ള സകലതും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹി തആല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നും ചില കാര്യങ്ങളെ ഒഴിച്ചു നിർത്തുകയാണ്. ഇല്ലാ ദിക്റുല്ലാഹി തആല, ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ സ്മരണയാണ്. അള്ളാഹുവിന്റെ സ്മരണ അത് പലതരത്തിലുണ്ട്. അത് ദിക്ർ ചൊല്ലുന്നത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. നമസ്കാരം അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. എന്തൊക്കെ ഇബാദത്തുകൾ അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ ദിക്റുകളാണ്. അതുമായി ബന്ധപ്പെട്ട സംഗതികൾ അതും അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്നും ശപിക്കപ്പെട്ടതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൽമു നുകരുന്ന ആളും ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരും അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിൽ പ്രത്യേകം മാറ്റി നിർത്തുന്നുണ്ട്. അല്ലാഹു തആല ശപിക്കപ്പെട്ട ഈ ദുനിയാവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിച്ചു നിർത്തിയ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ ഖറജ ഫീ തലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജഅ. മൻ ഖറജ ഫീ തലബിൽ ഇൽം, ആരെങ്കിലും ഇൽമിനെ തേടാനുള്ള വഴിയിൽ പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജഅ, അവൻ അവിടെ നിന്ന് തിരിച്ചു മടങ്ങുന്നത് വരെയും അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായിരിക്കും. അത്രയും വലിയ ശ്രേഷ്ഠമായ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സമയം ചെലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് നഷ്ടമായി പോവുകയില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നോക്കിക്കാണുന്നുണ്ട്. അത് മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കും നമ്മളെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മജ്ലിസിൽ വെച്ച് പറയുന്നതാണ്, ദഖർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും. ഇത്തരത്തിൽ അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പറയാൻ വേണ്ടി ഒരു സംഘം ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു തആല പറയുകയാണ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ, അഥവാ ജീവിതത്തിൽ ഒരു തെറ്റുകളും ചെയ്യാത്ത മഅസൂമികളായ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് പറയുന്നതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും നമ്മൾ ഇൽമ് തേടുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ലൻ യശ്ബഅ മുഅ്മിനുൻ മിൻ ഖൈരിൻ ഹത്താ യകൂന മുൻതഹാഉൽ ജന്ന, അവന്റെ അവസാനം സ്വർഗ്ഗമാകുന്നത് വരെയും ഒരു മുഅ്മിനിനെ ഖൈറിൽ നിന്നും വയറ് നിറയുകയില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ശബഅ യശ്ബഉ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ വിശപ്പ് പൂർത്തിയാകുന്നതിന് പറയുന്നതാണ് അറബി. ലൻ യശ്ബഅ, പൂർത്തിയാവുകയേയില്ല. ലൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുകയേ ഇല്ല എന്നർത്ഥമാണ്. ലൻ യശ്ബഅ മുഅ്മിനുൻ, ഒരു മുഅ്മിനിന് വയറ് നിറയുകയേ ഇല്ല. മിൻ ഖൈരിൻ, നന്മയിൽ നിന്നും. ഹത്താ യകൂന മുൻതഹാഉൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന്റെ അവസാനമാകുന്നത് വരേക്കും, അവന്റെ മരണം വരേക്കും അവൻ നന്മയെ തേടിക്കൊണ്ടിരിക്കുകയും അതിൽ അമൽ ചെയ്യാൻ വേണ്ടി ഉത്സാഹിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ പരസ്പരം മത്സരിക്കണമെന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. രണ്ട് സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്.
ഒരു സ്ഥലത്ത് അർദുഹ സമാവാതു വൽ അർദ്, ഒരു സ്ഥലത്ത് അർദുഹ കഅർദി സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സാരിഉ, നിങ്ങൾ ഓടി വരണം, നിങ്ങൾ വേഗത കാണിക്കണമെന്ന് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് കോടാനുകോടി വരുന്ന മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ഒരു മത്സരത്തിലാണ്. وفي ذلك فليتنافس المتنافسون. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ സ്വർഗ്ഗത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിലേക്ക് പ്രചോദിപ്പിക്കാൻ വേണ്ടി, ഉത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പറയുന്നുണ്ട്. വഫീ ദാലിക, ആ കാര്യത്തിലാണ് ഫലയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കേണ്ടവർ പരസ്പരം മത്സരിക്കേണ്ടത്. നമ്മൾ ആ മത്സരത്തിൽ ഈ റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് ഏറ്റവും മുൻനിരയിൽ എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ വായിക്കണം, പഠിക്കണം. ആ സ്വഹാബാക്കളോടാണ് നമുക്ക് മത്സരിക്കാനുള്ളത് എന്ന് നമുക്ക് ബോധ്യം വരണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എത്ര നന്മ ചെയ്താലും ഞാൻ വലിയ നന്മ ചെയ്തു എന്നൊരിക്കലും നമ്മുടെ മനസ്സുകളിൽ തോന്നുകയില്ല. സ്വഹാബാക്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, വിധങ്ങൾ തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞതാണ് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന. എന്നിട്ടും അവര് നബിതങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും അല്ലാഹു തആല സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് പേരെഴുതിയ ആളുകളുടെ പേര് അവിടെ നിന്നും വെട്ടി നരകത്തിലേക്ക് എഴുതുകയില്ല. എന്നാൽ നരകത്തിലേക്ക് ആരെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അല്ലാഹു സ്വർഗത്തിലേക്ക് ചേർക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷവും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ എത്രത്തോളം അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നുവെന്നും എപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം വരിക എന്ന് ചോദിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് എനിക്ക് സമാധാനം വരിക. സ്വറാത്ത് പാലം അത് എങ്ങനെയെങ്കിലും മുട്ടിലെറിഞ്ഞിട്ടാണെങ്കിലും കിടക്കണമെന്ന് ഈ സ്വഹാബാക്കൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും വേണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അലിമുകളുടെ സ്ഥാനം, ഇൽമ പഠിക്കുന്നവരുടെ സ്ഥാനം, അത് തേടുന്നവരുടെ സ്ഥാനത്തെ സംബന്ധിച്ച് നബി നമ്മൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. നിങ്ങളിൽ ഒരു സാധാരണക്കാരനേക്കാൾ എത്രത്തോളം എനിക്ക് ശ്രേഷ്ഠതയുള്ളൂ. വലിയ ഘനമുള്ള വാക്കാണത്. നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്കാളൊക്കെ എത്ര ശ്രേഷ്ഠതയുണ്ടെന്ന് നമുക്കറിയാം. ഫദ്ലുൽ ആലിമി അലൽ ആബിദ്, ഒരു ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഇൽമ പഠിക്കുന്നവനുള്ള ശ്രേഷ്ഠത അതുപോലെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൽമില്ലാത്ത ഇബാദത്ത് ഒരുപക്ഷെ അയാളുടെ നിയ്യത്തനുസരിച്ചായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലാക്കുക. ഒരുപക്ഷെ അത് വെറും ശരീരത്തിന്റെ ചലനങ്ങൾ മാത്രമായി അവശേഷിച്ചേക്കാം. എന്നാൽ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം, ഇൽമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ഒരു 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, അയാൾ ഒരു ചെറിയ തുകയാണെങ്കിലും അത് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അയാൾക്കറിയാം അതിന്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ട്, അതിന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എന്ത് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് എന്റെ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ലഭിക്കുമെന്ന് ഒരു ഇൽമ പഠിക്കുന്നവന് അറിയുന്നതാണ്. ആ ഇൽമ പഠിക്കുന്നവൻ, നിങ്ങളിൽ ഇൽമ പഠിക്കുന്നവർ ആബിദിനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം അറിഞ്ഞു, നമ്മളോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അത് മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെക്കുന്നത് വലിയ തെറ്റായിട്ടാണ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൻ സുഇല അൻ ഇൽമിൻ, ആരോടെങ്കിലും ഒരു ഇൽമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, അവൻക്കത് അറിയാമായിരുന്നു, ഫഖതമഹു, അവനതെന്തോ മറച്ചു വെച്ചു. ഒന്നുകിൽ ചോദിച്ച ആളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ മറ്റോ അവന് ഇൽമു മറച്ചു വെച്ചു, ഞാൻ എനിക്ക് പറഞ്ഞു തരില്ല എന്നോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞതിൽ നിന്ന് മാറിയാൽ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവനെ നരകത്തിൽ നിന്നുള്ള കടിഞ്ഞാണ് കൊണ്ട്, തീയിനാലുള്ള കടിഞ്ഞാണ് കൊണ്ട് കടിഞ്ഞാണിടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇന്തിസാഅൻ. ആഖിറം അടുക്കുമ്പോൾ, ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ, അവസാന നാളാകുമ്പോൾ ഈ ഇൽമിനെ അല്ലാഹു തആല ഉയർത്തും. അതെങ്ങനെയാണ് ഉയർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ബലുൽ ഇൽമ, ഇൽമിനെ അല്ലാഹു പിടിക്കുകയില്ല, ഇന്തിസാഅൻ യന്തസിഉഹു മിനൻ നാസ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു തആല
ഇൽമിനെ ഉയർത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, അറിവുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും. നമ്മുടെ ഉമ്മത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് അവരെ പോലെ ഇൽമുള്ള, ഖശിയത്തുള്ള, അല്ലാഹുവിനെ കുറിച്ച് ഭയമുള്ള, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ആലിമീങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിവുള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല നല്ല ആലിമീങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ഇദാ ലം യബ്ഖ ആലിമ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്ന ഒരാൾ പോലും ബാക്കിയാകാത്ത രൂപത്തിൽ ആലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നതാണ്. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാലം വരുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ അവരുടെ നേതാക്കളായി തിരഞ്ഞെടുക്കുന്നത് പടുവിഡ്ഢികളായ ആളുകളെ ആയിരിക്കും, ജാഹിലിയങ്ങളെ ആയിരിക്കും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവര് വേഷത്തിലും കോലത്തിലും ഒക്കെ ചിലപ്പോൾ ഇൽമുള്ളവരെ പോലെ ആയിരിക്കും. ഫസുഇലു, അവരോട് ദീനിന്റെ കാര്യങ്ങളെ പറ്റി ചോദിക്കപ്പെടും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവർ വലിയ ആളുകളായിട്ട് ഇൽമില്ലാതെ, അറിവില്ലാതെ അല്ലാഹുവിന്റെ ദീനിൽ അവർ ഫത്വ പറയുന്നതാണ്. ഫദല്ലു വഅദല്ലു, അവരും നശിച്ചു പോകുന്നതാണ്, അവരെ കൊണ്ട് ഈ ഖൗമും നശിച്ചു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. നമ്മള് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായ അറിവില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ, ആരെങ്കിലും മനഃപൂർവ്വം എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ അവന്റെ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി. ദീനിന്റെ ഇൽമ് പണ്ഡിതന്മാരോട് വരെ ചോദിക്കപ്പെട്ടാൽ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഇൽമിന്റെ പകുതി എന്ന് പറയുന്നത് ലാ അദ്രി എന്നുള്ള വാക്കാണ്. എനിക്കറിയില്ല എന്ന് പറയാനാണ് ആദ്യം ഒരു ഇൽമുള്ള ആൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ഉസ്താദുമാരോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നോക്കിയിട്ട് പറയാം, ചോദിച്ചിട്ട് പറയാം, ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പറയാം. പ്രിയമുള്ളവരെ, അത് സൂക്ഷ്മതയാണ്. അങ്ങനെയാണ് ദീനിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പോവുകയേ ചെയ്യരുത്. എന്ന് മാത്രമല്ല, ഈ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് പല രീതിയിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ലക്ഷ്യം പോലും വെച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ കളവുകൾ വെട്ടിച്ചമച്ച് ഉണ്ടാക്കപ്പെടുന്ന കാലമാണ്. നമ്മൾ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അത് ഉറപ്പാക്കണം. അത് ചിലപ്പോൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമുള്ളതായിട്ട് തോന്നും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മഹാന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മളും വഴികേടിലാവും, നമ്മുടെ കാരണം കൊണ്ട് മറ്റുള്ളവരും വഴികേടിലാവും. അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത്. ദീനിന്റെ ഇൽമുകൾ വളരെയധികം ഗൗരവപൂർവമായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓരോ വിഷയവും ഉസ്താദുമാരോട്, പണ്ഡിതന്മാരോട് ആ വിഷയത്തിൽ നല്ല രീതിയിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ നമ്മുടെ അമലിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ വളരെയധികം ഓർക്കുന്ന ഒരു സംഭവമാണ് ബദർ യുദ്ധം. ബദർ നടന്നത്, ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം നടന്നത് പരിശുദ്ധമായ റമദാനിലാണ്. നമ്മൾ അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ ബദറിനുണ്ട്. ഒരാഴ്ച സമയം കിട്ടിയാലും നമുക്ക് പറഞ്ഞു തീരാൻ കഴിയാത്തത്ര ചരിത്രങ്ങൾ ബദറിനു മുമ്പും ശേഷവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ആ ബദർ യുദ്ധത്തിൽ നിന്നും മുസ്ലിമീങ്ങൾ വിജയിച്ചുകൊണ്ട് മദീനയിലേക്ക് വരികയുണ്ടായി. ആ സമയത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശത്രുപക്ഷത്ത് നിന്നുള്ള തടവുകാരും ഉണ്ടായിരുന്നു. ആ തടവുകാരെ മോചിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർത്തീബ് ചെയ്തു. അവർക്ക് മോചനദ്രവ്യം തന്നുകൊണ്ട് കുടുംബക്കാർക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടുപോകാം. അവരുടെ തല വെട്ടണം എന്ന് പറഞ്ഞ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് കൂടിയാലോചിക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവർക്ക് കൊടുത്ത ഒരു ഓപ്ഷൻ എന്നത് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അഥവാ എഴുത്തും വായനയും അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മദീനയിലുള്ള എഴുത്തും വായനയും അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രക്തം ചിന്തിയ യുദ്ധഭൂമിയിൽ സഹാബാക്കള് ക്ഷീണിച്ചവശരായി ആ ബദറിൽ നിന്നും എത്തിയ സമയത്തും തങ്ങൾക്ക് പല രീതിയിലുള്ള നടപടികൾ എടുക്കാമായിരുന്നു. അതിന് ദീനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകിയിട്ടുണ്ട്. എങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇൽമിനാണ്, അറിവിനാണ്. ആ ഇൽമ് ഈ അറിവില്ലാത്തവർ പഠിക്കുകയാണെങ്കിൽ അവർ നാളെ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഉമ്മത്തിന് മാറാൻ കഴിയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ വലിയ വലിയ ഫീസുകൾ കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവർ അവരുടെ ജീവിതത്തിൽ എവിടെയും തോറ്റുപോകാൻ പാടില്ല, അവർ ഉന്നതമായ നിലയിലെത്തണം എന്നൊക്കെയുള്ള നിയ്യത്തിലാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ മക്കളെയൊക്കെ കബൂലാക്കുമാറാകട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീനിന്റെ ഇൽമ് പകർന്നു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ ഉടനീളം അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഉടനീളം ദീന് മുറുകെ പിടിക്കാൻ അവർക്ക് കാരണമായി തീരും. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ, മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും മതം കൈയൊഴിയുന്നതിന്റെയും ഒക്കെ ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മക്കൾക്ക് ചുറ്റും ഇന്ന് സമൂഹത്തിലുണ്ട്. അവർക്ക് ഇൽമ പകർന്നു കൊടുക്കേണ്ട സമയത്ത് അത് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ പറഞ്ഞതുപോലെ ഇൽമ രണ്ട് വിധമുണ്ട്. ഒന്ന് ഇൽമാണ്, രണ്ട് മഅലൂമാത്താണ്. ആ ഇൽമ നമ്മൾ പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെയും ഡിഗ്രിയും പിജിയും ഒക്കെ പഠിക്കുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും പഠിക്കുന്ന കാര്യങ്ങൾ അവർ അത്തരത്തിലുള്ള പഠനങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, അവരോടുള്ള കടമകൾ എന്തൊക്കെയാണ്, കുടുംബത്തിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ്. നാം വസിയത്ത് ചെയ്തു. അല്ലാഹു പറയുകയാണ്, ഞാൻ വസിയത്ത് ചെയ്തു അൽ ഇൻസാന, മനുഷ്യനോട്. എന്താണ് അല്ലാഹു വസിയത്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു വസിയത്ത് ചെയ്യുന്നതാണ്. ബിവാലിദൈഹി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണം. ഹമലത്ഹു ഉമ്മുഹു ഖുർഹൻ വവദഅത്ഹു ഖുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഹമലത്ഹു ഉമ്മുഹു ഖുർഹൻ വവദഅത്ഹു ഖുർഹാ, 10 മാസത്തെ ഗർഭ നോവും അതിനുശേഷമുള്ള പേറ്റു നോവും ഒക്കെ സഹിച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ വായിച്ചുകൊണ്ട് നമ്മുടെ മക്കള് ചെറുപ്പത്തിൽ പഠിക്കുകയാണെങ്കിൽ പിന്നീട് എന്റെ മകൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയേണ്ട ഒരു ഘട്ടം നമുക്ക് വരികയില്ല. അല്ലെങ്കിൽ അവൻ മോശമായ കൂട്ടുകെട്ടുകളിലാണ്, അവൻ വഴിതെറ്റി പോകുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം നമുക്കില്ല. അവർക്ക് കിട്ടേണ്ട പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും കിട്ടുകയാണെങ്കിൽ അവർ ഇൻഷാ അല്ലാഹ് നല്ല മക്കളായി വളരും. അല്ലാഹു അത്തരത്തിൽ നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുമാറാകട്ടെ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഉഫ് എന്നുള്ള ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. നമ്മൾ അതിന് സാധാരണ ഛേ എന്നാണ് അർത്ഥം വെക്കുക. പക്ഷേ അറബിയിൽ ഉഫ് എന്ന് പറയുന്നത് നമുക്ക് നീരസം പ്രകടിപ്പിക്കാൻ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ എന്ന് പറയാറുണ്ട്, ഉഫ് എന്ന് പറയാറുണ്ട്. അതായിരുന്നു അല്ലാഹു തആല ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ചില മുഫസ്സിരീങ്ങൾ എഴുതുന്നുണ്ട്
ഉഫ് എന്നതിനേക്കാളും അറബിയിൽ താഴ്ന്ന ഒരു ലോലമായ പദമുണ്ടെങ്കിൽ അല്ലാഹു തആല അത് ഉപയോഗിക്കുമായിരുന്നു. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ. വാക്കുകൾ മാത്രമല്ല, നമ്മുടെ മുഖഭാവം പോലും നമ്മൾ ശ്രദ്ധിക്കണം. അവരെ നിങ്ങൾ വരട്ടരുത് എന്ന് അല്ലാഹു പറഞ്ഞു. വരട്ടുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടല്ല, മറിച്ച് ഒരു നോട്ടം കൊണ്ട് പോലും. ചില സമയത്ത് അവരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ അവരെ നമ്മളൊരു നോട്ടം നോക്കും. ആ നോട്ടം പോലും പാടില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിനെ നമുക്ക് എത്തിച്ചു തന്ന സഹാബാക്കളിൽ വളരെയധികം പ്രധാനപ്പെട്ട സഹാബാക്കളാണ് സുഫയിലെ വിദ്യാർത്ഥികൾ. അഹ്ലു സുഫ എന്ന് പറയും. സുഫ എന്ന് പറഞ്ഞാൽ തിണ്ണ എന്നാണ് അർത്ഥം. മസ്ജിദുൻ നബവിയിലെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ള എല്ലാ ദുന്യവിയായ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വെറും നബി തങ്ങളുടെ ഹദീസിനായി, ഇൽമിനായി, ഖുർആനിനായി സമയം മാറ്റിവെച്ച സഹാബാക്കൾ ഉണ്ടായിരുന്നു. ആ സഹാബികൾ, അവർക്ക് പലപ്പോഴും ഭക്ഷണം ലഭിക്കാറില്ലായിരുന്നു. അവർ വയറിൽ കല്ല് വെച്ച് കെട്ടി നബി തങ്ങളുടെ കൂടെ നമസ്കരിച്ച സംഭവങ്ങളൊക്കെ അവര് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് ഇൽമിന് വേണ്ടി അത്രത്തോളം ത്യാഗം സഹിച്ചതിന്റെ പേരിൽ വലിയ വലിയ സാമ്രാജ്യങ്ങളായ പേർഷ്യയും റോമും ഒക്കെ കീഴടക്കിയപ്പോൾ വലിയ വലിയ പ്രവിശ്യകളുടെ ഭരണാധികാരികളും ഗവർണർമാരും ഒക്കെയായി ആ സഹാബികൾ മാറുകയുണ്ടായി. വില കൂടിയ ടവല് കൊണ്ട് അവരവരുടെ മുഖം തുടക്കുമ്പോൾ അവർ കരയുകയാണ്. ഞാൻ വിവിധങ്ങളുടെ കാലത്ത് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല അതിന്റെയൊക്കെ പ്രതിഫലം ഈ ഭൂമിലോകത്ത് തന്നെ വെച്ച് തന്നു തീർക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ കരയുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇടയ്ക്കിടെ വീഴുമായിരുന്നു. അന്നത്തെ കാലത്ത് അത്തരത്തിൽ ബോധക്ഷയം കൊണ്ടോ അല്ലെങ്കിൽ ഭ്രാന്ത് കൊണ്ടോ ഒക്കെ വീഴുന്ന ആളുകൾക്കുള്ള ഒരു ചികിത്സ അവരുടെ പെരടിയിൽ ചവിട്ടുക എന്നതായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ അത്തരത്തിൽ വീഴുമായിരുന്നു. പക്ഷേ ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അതിന്റെ പേരിലാണ് മറിഞ്ഞു വീഴുന്നതെന്ന് സഹാബാക്കൾക്ക് മനസ്സിലാകാറില്ലായിരുന്നു. അവരെന്റെ പെടലിയിൽ ചവിട്ടിയിട്ട് പോകും. പക്ഷേ ഞാൻ ആ വീട് കിടക്കുന്നത് അതിന്റെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണെന്ന് അവർ അറിയുകയില്ലായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമ്മുടെ മക്കള് ഇന്ന് അവർക്ക് ചില സൗകര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം ശരിയായ രൂപത്തിൽ ആയിട്ടില്ലെങ്കിൽ അവരതിനെ കുറ്റം പറയുകയും എണീച്ചു പോവുകയും ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മുടെ വീടുകളിൽ വായിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ അവരവരുടെ ഒരു ക്ലാസ്സുകളും മുടക്കുകയില്ല. അത്തരത്തിലുള്ള സഹാബാക്കളുടെ കഥകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർ യാതൊരുവിധ ഭൗതികമായ സാഹചര്യങ്ങളില്ലാതിരുന്നിട്ടും സുഖസൗകര്യങ്ങളില്ലാതിരുന്നിട്ടും അവർ ആ ഇൽമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. അവർക്ക് ആ ഇൽമിനോട് അത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. അവരത്തരത്തിൽ ത്യാഗം സഹിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് ദീനിന്റെ അറിവുകൾ വളരെയധികം സുഗമമായ നിലയിൽ നമുക്ക് ഇന്ന് പഠിക്കാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെയധികം ദരിദ്രനായ സഹാബിയായിരുന്നു. പറയാൻ യാതൊരുവിധ സമ്പത്തുമില്ല, അദ്ദേഹത്തിന് വീടില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ പലപ്പോഴും വയറിൽ കല്ല്, വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് കല്ല് വെച്ച് കെട്ടി നമസ്കരിച്ച കൂട്ടത്തിൽ പലപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, മുഹാജിറുകളും അൻസാറുകളും ഒക്കെ പല തിരക്കുകളിലായിരുന്നപ്പോഴും എനിക്ക് ഒരുപാട് ത്യാഗമുണ്ടായിരുന്നപ്പോഴും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുപോയില്ല. ഞാൻ നബി തങ്ങളോടൊപ്പം തന്നെ നിന്നു. നബി തങ്ങളുടെ ഹദീസിനെ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ഇൽമിന്റെ സദസ്സിൽ പോയി പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പറയപ്പെടുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ വെച്ച് ഹദീസ് റിവായത്ത് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5374 ഹദീസുകളാണ് അദ്ദേഹം റിവായത്ത് ചെയ്തത്. അദ്ദേഹം ഒരുപാട് കാലം മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ദൂര ദേശത്തുള്ള ഒരാളായിരുന്നു. പക്ഷേ
നബി തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി, ദൗസ് ഗോത്രത്തിൽപ്പെട്ട തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മദീനയിൽ വരുന്നത് ഖൈബർ യുദ്ധത്തിന് ശേഷം അഥവാ ഹിജ്റ 7ാമത്തെ കൊല്ലമാണ്. അവിടെ നിന്ന് വളരെ ചുരുങ്ങിയ സമയം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആ സ്വഹാബിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സമയം അത്രയും നബി തങ്ങളെ വിട്ടുപോകാതെ നബി തങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. ഇന്ന് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന്റെ ആ ത്യാഗങ്ങൾ കാരണമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇത്രയൊക്കെ ത്യാഗം ചെയ്തതുകൊണ്ടാണ് അവരെ കുറിച്ച് ഖുർആനിൽ വീണ്ടും റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനാണ് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സഹാബികളുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ സുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു. ഇൽമിനെ കുറിച്ചിട്ടുള്ള മഹാത്മ്യം വിവരിക്കുന്ന ഇൽമ പഠിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഒരു ഇൽമിന്റെ സദസ്സും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചിലപ്പോൾ അതിന്റെ പേരിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അത്തരത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പിന്നീട് ദുനിയാവ് വളരെ നിന്ദ്യമായി അവരുടെ കാൽക്കീഴിൽ വന്നു ചേർന്നു. അദ്ദേഹം കരയുമായിരുന്നു. ഈ ദുനിയാവ് ഇങ്ങനെ വന്നതിന്റെ പേരിൽ അള്ളാഹു കൂലി തരികയാണോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇൽമിന് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ, സമ്പത്ത് ചിലവഴിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അതിന് ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുത്ത ചരിത്രമാണ് സ്വഹാബാക്കളുടെയും താബിഈകളുടെയും ഒക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ആയത്തും നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ആ ആയത്ത് എവിടെയാണ് അവതരിച്ചത്, അത് മക്കയിലാണോ മദീനയിലാണോ, നബി തങ്ങളുടെ യാത്രയിലായിരുന്നു, നബി തങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് ഇറങ്ങിയപ്പോയായിരുന്നു, എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനവറുകളാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങളുടെ പരമ്പര മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, രണ്ടുപേരും കുടുംബക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ കുടുംബ ബന്ധത്തിന്റെ പേരിൽ ആ മഹിമ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇൽമിൽ നിന്നോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സേവനത്തിൽ നിന്നോ അവര് പിന്നോട്ട് പോയിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇൽമിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്ന കൂട്ടത്തിലാണ് അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5374 ഹദീസുകൾ റിവായത്ത് ചെയ്തു എന്ന് നമ്മൾ പറയുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 1660 ഹദീസുകളാണ് റിവായത്ത് ചെയ്തത്. അതിലധികവും ഖുർആനുമായി ബന്ധപ്പെട്ട, ഖുർആനിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം റിവായത്ത് ചെയ്തത്. അതിൽ 75 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രണ്ടുപേരും മുഹദ്ദിസീങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് മുസ്ലിം ലോകം ഇജ്മാഅോടുകൂടി അഭിപ്രായപ്പെട്ട 2 മുഹദ്ദിസീങ്ങളാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും. അവർ രണ്ടുപേരും ഒരുമിച്ച് റിവായത്ത് ചെയ്ത ഹദീസുകൾ 75 ആണ്. ബാക്കി ഹദീസുകൾ മറ്റുള്ള ഇമാമുമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ എണ്ണം പറഞ്ഞത്, ഈ ഹദീസുകൾ ഓരോന്നും അദ്ദേഹം റിവായത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് മറ്റുള്ള സ്വഹാബികളിൽ നിന്ന് പഠിച്ചുകൊണ്ട് അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെയധികം ചെറിയ പ്രായമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും ഒരു
സ്വഹാബിയുടെ അടുക്കൽ ഇന്ന വിഷയത്തിലുള്ള ഹദീസ് ഉണ്ട് എന്നറിഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ചില സ്വഹാബികൾ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം അമീർമാരുടെ അടുക്കൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ട് മദീനക്ക് പുറത്തോ ഒക്കെ ആയിരിക്കും. അവരിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുമായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ചില ആളുകളുടെ അടുക്കൽ ഞാൻ എത്തുമ്പോൾ അവർ ഉച്ച ഉറങ്ങുന്ന സമയമായിരിക്കും. ഖൈലൂലത്ത് നബി തങ്ങളുടെ ഒരു സുന്നത്താണ്. ദുഹറിന് മുമ്പ് അല്പസമയം നബി തങ്ങൾ വിശ്രമിക്കുമായിരുന്നു. അത് രാത്രിയുള്ള ഉറക്കം എളുപ്പമാക്കാനും തഹജ്ജുദിനെ രാത്രി എണീറ്റ് നമുക്ക് നമസ്കരിക്കാനും കൂടുതൽ ഉന്മേഷം നൽകുന്നതാണ് ഉച്ചക്ക് മുമ്പ് കുറച്ച് സമയം വിശ്രമിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഞാൻ എത്തുന്ന സമയത്ത് ഇദ്ദേഹം ഖൈലൂല ഉറങ്ങുകയായിരിക്കും. ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ എന്റെ മേൽമുണ്ട് തലയിണയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തിന്മയിൽ വിശ്രമിക്കുമായിരുന്നു. ഈ മക്കയിലെയും മദീനയിലെയും ഒക്കെ മണൽക്കാറ്റുകൾ കാരണമായി ആ കാറ്റ്, ആ മണൽത്തരികൾ എന്റെ ശരീരത്തിൽ കൊണ്ടിടുമായിരുന്നു. അങ്ങനെ ഈ സ്വഹാബി ഉറക്കം കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് എണീച്ചു വരുമ്പോൾ എന്നെ കാണും, എന്നോട് ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചാപ്പയുടെ മകനെ. കാരണം അവർക്ക് നബി തങ്ങളോടുണ്ടായിരുന്ന ഇഷ്ടവും മുഹബ്ബത്തും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബത്തിനെ അഹ്ലുൽ ബൈത്തിനെ കാണുമ്പോൾ അവർക്കുണ്ടായിരുന്നു. ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചാപ്പയുടെ മകനെ, ഹല്ലാ അർസൽത ഇലയ്യ, ഒരാളെ വിടാമായിരുന്നില്ലേ, ഒരാളെ അയക്കാമായിരുന്നില്ലേ ഈ ഹദീസിനെ കുറിച്ച് അതിന്റെ എല്ലാവിധ വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പറഞ്ഞേക്കുമായിരുന്നല്ലോ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കും, ലാ അന അഹഖു അൻ അതീക, എനിക്കാണ് ഇൽമു ലഭിക്കേണ്ടത്, ഞാനാണ് കഷ്ടപ്പെടേണ്ടത്, അതുകൊണ്ട് ഞാനാണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും അർഹൻ. അൽ ഇൽമു ലാ യഅതി യുക്ത അലൈഹി, ഇൽമൊരിക്കലും നമ്മെ തേടി ഇങ്ങോട്ട് വരികയില്ല, മറിച്ച് നമ്മൾ ഇൽമിനെ തേടി അങ്ങോട്ട് പോകണമെന്ന് ഈ സ്വഹാബാക്കളുടെ മഹാന്മാരുടെ എല്ലാം ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൽമിനുള്ള തേട്ടമുണ്ടെങ്കിൽ ത്വലബ എന്നാണ് പറയുക തന്നെ. ത്വലബ് എന്ന് പറഞ്ഞാൽ തന്നെ തേട്ടമാണ്. നമ്മുടെ മനസ്സിന് അത്തരത്തിലുള്ള ഒരു തേട്ടം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു തആല നമ്മളെ ഖബൂലാക്കുകയും അല്ലാഹു തആല ദീനിന്റെ ഇൽമുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മഹാന്മാർ സഹിച്ച ത്യാഗങ്ങൾ നമുക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആ ഇൽമിനെ കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്നുണ്ട്. അല്ലാഹു തആല കൂടുതലായി ഇനിയും വരും ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും നമുക്കത് അമൽ ചെയ്യുവാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബാക്കളിലും ഇനിയും ഒരുപാട് ഇൽമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു റമദാനോട് കൂടി അല്ലെങ്കിൽ ഈ ഒരാഴ്ച നമ്മുടെ മഹല്ല് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ സൗകര്യത്തോടു കൂടി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലുള്ള ഇൽമിന്റെ തേട്ടം നമ്മൾ നിർത്തരുത്. അത് നമ്മൾ അവസാനം വരെ തേടിക്കൊണ്ടേയിരിക്കണം. അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹ്ദ്, തൊട്ടിൽ മുതൽ മരണത്തിന്റെ മയ്യത്തിന്റെ കട്ടിൽ വരെയും ഇൽമു തേടിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഅ്മിനിനെ ഖൈർ പഠിക്കുകയും അത് അമൽ ചെയ്യുകയും ചെയ്യുന്നത് അവന് മതിയാകുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകളെ നന്നാക്കി തരുമാറാകട്ടെ. നിയ്യത്തുകൾ നമ്മൾ എപ്പോഴും നന്നാക്കണം. ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള നിയ്യത്ത് ഉണ്ടാകണം. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് കരസ്ഥമാക്കേണ്ട ഇൽമിനെ ആരെങ്കിലും മറ്റുള്ള ദുനിയവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കരസ്ഥമാക്കുകയാണെങ്കിൽ അവനെ ജന്നത്തിന്റെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് 500 വർഷത്തെ വഴിദൂരത്തോളം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടല്ല ഒരാള് ദീനിന്റെ ഇൽമ കരസ്ഥമാക്കുന്നതെങ്കിൽ അവന് ആ സുഗന്ധം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല അത്തരക്കാരിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ ഇൽമുകളിൽ വർധനവുണ്ടാകണം. ആ ഇൽമനുസരിച്ചിട്ടുള്ള അമലുകളിൽ വർധനവുണ്ടാവണം. പരിശുദ്ധമായ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി, അതിന്റെ പാരായണത്തിന് വേണ്ടി
നമ്മുടെ വീടകങ്ങളിൽ ഒരു നിശ്ചിത സമയം നമ്മൾ കാണണം. നമുക്ക് ചിലപ്പോൾ വീടുകളിലൊക്കെ ടൈം ടേബിൾ ഉണ്ടാകും, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, മദ്രസയിലെ പുസ്തകം വായിക്കാനും ഖുർആൻ ഓതാനും ഒരു സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാകും, TV ഓണാക്കാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതുപോലെ കുടുംബം മുഴുവനായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീർ വായിക്കുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വായിക്കുന്ന ഇത്തരത്തിൽ സ്വഹാബാക്കളുടെ ഇനിയും എത്രയോ സ്വഹാബികളുണ്ട്, അവരുടെ എത്രയോ നല്ല നല്ല ചരിത്രങ്ങളുണ്ട്. അത് വായിക്കുന്ന ഒരു സമയം, അത് ഒരുപാട് സമയം വേണ്ട, ചുരുങ്ങിയ സമയം, 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, അത് നിത്യമായി നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത്, സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷമോ ഏത് സമയത്താണ് നമുക്ക് അത് സാധിക്കുക എങ്കിൽ ആ സമയത്ത് നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഇനിയുള്ള കാലഘട്ടം നമ്മൾ വളരെയധികം പേടിക്കേണ്ട കാലഘട്ടമാണ്. നബി തങ്ങൾ പറഞ്ഞു, അവസാന കാലമാകുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് കൈവെള്ളയിൽ തീക്കനൽ പിടിക്കുന്നത് പോലെ പ്രയാസമായി തീരും. എവിടെ തിരിഞ്ഞു നോക്കിയാലും കാഴ്ചയും കേൾവിയും ഒക്കെ ഹറാമായി മാറുന്ന ഒരവസ്ഥ വരും. ആ സമയത്ത് ആരെങ്കിലും ദീനിനെ മുറുകെ പിടിച്ചാൽ അവർക്ക് ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. ഒരു ഷഹീദിന്റെ പ്രതിഫലം തന്നെ വളരെയധികം വലുതാണ്. അപ്പൊ 100 ഷഹീദിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അത്രത്തോളം ത്യാഗമായിരിക്കും ഉണ്ടാവുക. നമ്മള് പല കാര്യങ്ങളും നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. പല ആളുകളിൽ നിന്നും ചിലപ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരും. ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ 6-ാം നൂറ്റാണ്ടിൽ പഠിപ്പിക്കപ്പെട്ടതും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ നമ്മുടെ മക്കൾ തീർച്ചയായും കേൾക്കേണ്ടി വരും. പക്ഷെ അപ്പോഴൊന്നും ഈമാൻ കൈവിടാതെ അവർ കടിയുറച്ച് നിൽക്കാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ഇവര് പറയുന്നത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ നമ്മുടെ മക്കള് പല യുദ്ധത്തിന്റെ അവസ്ഥകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ അറിയുമ്പോഴേക്ക് ഒരുപാട് വൈകിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ക്യാമ്പസുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടേക്ക് നമ്മളെ മക്കളെ വിടുമ്പോൾ അവർക്ക് ഈമാനികമായ നല്ല ഒരു അടിസ്ഥാനം ഉണ്ടാകണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മുടങ്ങാതെ അവരെ മദ്രസയിലേക്ക് അയക്കുന്നതിനോടൊപ്പം അതിന്റെ പാഠങ്ങൾ അവർ വായിക്കുന്നത് നമ്മൾ അതിന്റെ കൂടെ ഇരിക്കണം. കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കേണ്ടി വരും, നമ്മുടെ തിരക്കുകൾ മാറ്റിവെക്കേണ്ടി വരും, നേരത്തെ വീട്ടിലേക്ക് വരേണ്ടി വരും. അതിന്റെ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു കരസ്ഥമാക്കുവാനും ഇൽമോട് കൂടിയുള്ള ഇബാദത്ത് ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇദാ മാതബ്നു ആദം, ഒരു ആദമിന്റെ സന്തതി അഥവാ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു, അവന്റെ അമലുകൾ മുറിഞ്ഞു പോകുന്നതാണ്, നിലച്ചു പോകുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഹദീസ് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന് നാഫിആകുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഇൽമാണ്. മറ്റൊന്ന്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന അവന്റെ മക്കളാണ്. നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് അവര് കേൾക്കണം. അവരിൽ മരണപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയും കൊണ്ട് അവരുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കള് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. അല്ലാഹു അത്തരത്തിൽ നല്ല മക്കളാക്കി നമ്മളുടെ മക്കളെ വളർത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. اللهم رزقنا علما نافعا, അല്ലാഹുവേ പ്രയോജനപ്രദമായ ഇൽമിനെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. اللهم اجعلنا من اهل القرآن, അല്ലാഹുവേ ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. اللهم لا تجعل القرآن حجة علينا, അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനും റമദാനും ഒക്കെ എതിരായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യദോഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളെ ഖുർആനിന്റെ ശബ്ദം കൊണ്ട് നീ നിറയ്ക്കണമേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമദാനിലുള്ള ഈ സദസ്സും ഒക്കെ അതിന് നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ദീനിന്റെ ഇൽമുള്ളവരാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമദാനിൽ ഇൽമിന്റെ നാനാവാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഇൽമിന്റെ വെളിച്ചം നിറക്കണേ അല്ലാഹ്. ആ ഇൽമ് പ്രയോജനപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
അല്ലാഹുവേ പരിശുദ്ധമായ റമദാനിൽ നോമ്പോടുകൂടി നമസ്കാരത്തോടുകൂടി ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ചതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ദീനിന്റെ ഇൽമിനെ കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ഞങ്ങൾ നോമ്പ് നോറ്റ് ഞങ്ങൾ ഇവിടെ വന്നതിനെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم اغفر لنا وارحمنا ولوالدينا ربنا رب ارحمهما كما ربونا صغارا. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم انعشنا واجبرنا وارفعنا واهدنا لصالح الاعمال والاخلاق. അല്ലാഹുവേ കരുണയുള്ള നാഥ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവാണ് യാ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ നീ കബൂലാക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് യാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാം നീ മാപ്പാക്കി തരണമേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത തെറ്റുകളുണ്ട്. അല്ലാഹുവേ രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും ഇരുട്ടിലും വെളിച്ചത്തും ഒക്കെ ചെയ്ത അനുസരണക്കേട് കാണിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ നീ പുറത്തു തരണേ യാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഖൈറുകളും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ശർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ പാപികളായ ദോഷികളായ അടിമകളാണ് യാ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് വിശാലമാണ് യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെക്കാൾ എത്രയോ വിശാലമാണ് നിന്റെ റഹ്മത്ത് എന്ന് നീ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിലാണല്ലോ ഞങ്ങൾക്ക് പ്രതീക്ഷ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നോക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ റമദാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത വ്യക്തി നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആമീൻ പറഞ്ഞു. അല്ലാഹുവേ അത്തരത്തിൽ ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിനെ അല്ലാഹു നീ കബൂലാക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാരെ ഉപ്പമാരെ നീ കബൂലാക്കണേ യാ അല്ലാഹ്. അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ യാ അല്ലാഹ്. അവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ യാ അല്ലാഹ്. ആഫിയത്ത് നൽകണേ യാ അല്ലാഹ്. അവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ യാ അല്ലാഹ്. അവരുടെ ഖബറിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റി കൊടുക്കണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഈമാനോട് കൂടി ജീവിക്കുവാനും ഈമാനോട് കൂടി മരിക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഈ പള്ളിയെയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ മഹല്ലിലുള്ള എല്ലാവരെയും നീ കബൂലാക്കണേ യാ അല്ലാഹ്. പരിപൂർണമായി നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റണേ യാ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഇൽമു നുകരുന്നവരാക്കി മാറ്റണേ യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നോട് യഥാർത്ഥ രൂപത്തിൽ ദുആ ചെയ്യാൻ നീ പഠിപ്പിച്ചു തരണേ യാ അല്ലാഹ്. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നോട് ചോദിച്ച എല്ലാ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകളെ ഞങ്ങൾ ചോദിക്കുകയാണ് യാ അല്ലാഹ്. اللهم إنا نسألك من خير ما سألك منه نبيك وعبدك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك وعبدك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب